ഉൽപ്പത്തിയുടെ പുസ്തകം 42 അധ്യായം 18 വാക്യം. ജോസഫിനെ തിരിച്ചറിയാത്ത സഹോദരങ്ങളെ തടവിൽ പാർപ്പിച്ച ശേഷം പറയുന്നൊരു വാക്യമാണ്, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ, കണ്ണിൽ ചോരയില്ലാതെ ഞാൻ പ്രവർത്തിക്കില്ല, എൻ്റെ ആധാരം ദൈവമാണ്. ജീവിത വിജയത്തിൻ്റെയും കൽപ്പനകളുടെയും അധികാരം ഉപയോഗിക്കലിൻ്റെ എല്ലാം കേന്ദ്രം ദൈവമായിരിക്കണം. ജോസഫിൻ്റെ ശക്തിയും ആധാരവും താൻ ദൈവത്തിൻ്റെ കരുണയുടെയും കരങ്ങളുടെയും താഴെയാണെന്ന ചിന്തയാണ്. തനിക്ക് കിട്ടിയ അധികാരത്തെ തൻ്റെ ഇഷ്ടം പോലെ തനിക്ക് ചൊൽപ്പൊടിക്ക് നിൽക്കാൻ കിട്ടിയവരെ എങ്ങനെയും ഏത് വിധേനയും നശിപ്പിച്ചില്ല. ജോസഫ് പറയുക, ഞാൻ ദൈവഭയമുള്ളവനാണ്. ഒരു വഴി വിട്ടു പോകാൻ, ഒരു പരിധി വിട്ട് എനിക്കൊരിക്കലും ക്രൂരനാകാൻ പറ്റില്ല. കണ്ണിൽ ചോരയില്ലാതെ എനിക്ക് എല്ലാം എറിഞ്ഞ് ഉടയ്ക്കാൻ പറ്റില്ല. ഒറ്റ കാരണമാണ്, ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ ക്രൂരതയെ കെട്ടിയിടുന്നത്. മാനുഷികമായ വികാരങ്ങളെ ഞാൻ ചൊൽപ്പടിക്ക് നിർത്തുന്നതും എനിക്ക് ദൈവഭയമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനും തകർക്കാനും ഞാൻ ഒന്നും ചെയ്യില്ല. നമ്മുടെ ഓരോ കുടുംബങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ഇങ്ങനെ ഒരാൾ ചിന്തിച്ചു തുടങ്ങട്ടെ, എനിക്ക് ദൈവഭയമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ കരുണയുടെ താഴെയാണ്, ഞാൻ പരിധി വിട്ട് തകർക്കില്ല. അഥവാ എൻ്റെ മാനുഷികത എന്നെ നിർബന്ധിക്കുമ്പോഴും പരിധി വിട്ട് കോപിക്കില്ല, എൻ്റെ ദുഷ്ടത കൊണ്ട് ആരെയും തകർക്കില്ല, അധികാരം നെഗറ്റീവായിട്ട് എടുത്ത് ഉപയോഗിക്കില്ല. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. ഈ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ നീറിപ്പിടിക്കട്ടെ. ദൈവഭയമുള്ളവനാണ് ഞാൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.